അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. ഈ മാസത്തിൻ്റെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പലയിടത്തും പറയുന്നുണ്ട്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ അല്ലാഹു തആലാക്ക് ഇബാദത്തുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളാണ്, സമയങ്ങളാണെന്ന്. പ്രത്യേകിച്ച് ഈ മാസത്തിലാണ് നിസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ, ഹജ്ജ് എന്നിവ എല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള മാസമാണ് ഈ ദുൽഹജ്ജ് മാസം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ദുൽഹജ്ജ് 10 പെരുന്നാൾ എന്നുള്ളതാണ്. പിന്നെ ഹജ്ജ്, പിന്നെ ബലി അർപ്പിക്കുക, ഉദ്ഹിയത്ത് നൽകുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ വൃദ്ധനായിരിക്കെ, അതുവരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു കുഞ്ഞുണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞിന് വേണ്ടി അള്ളാഹുവിനോട് ഒരുപാട് ദുആ ചെയ്തപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്മായിൽ എന്ന മകന് നൽകി. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അള്ളാഹു പരീക്ഷിക്കാനായി നബിയോട് അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിം, നീ നിൻ്റെ മകൻ ഇസ്മായിലിനെ ബലിയർക്കുക. ഇത് കേട്ട് ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് അള്ളാഹുവിൻ്റെ കൽപ്പനയല്ലേ, അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ വിവരം അറിയിച്ചു. ബാലനായ ഇസ്മായിൽ ഒരിക്കലും വിഷമിച്ചില്ല. ബാപ്പ, അള്ളാഹുവിൻ്റെ കൽപ്പന അങ്ങ് തീർച്ചയായും ചെയ്യണം, അതുകൊണ്ട് എന്നെ അങ്ങ് ബലി അർപ്പിക്കുക. ഇത് കേട്ട് ബാപ്പാക്ക് വളരെയധികം വിഷമമുണ്ടായി. മകൻ്റെ വിഷമം ഉള്ളിലൊതുക്കിക്കൊണ്ട് ബാപ്പ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് ബാപ്പയോടൊപ്പം വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഉമ്മ കുഞ്ഞിന് പുതുവസ്ത്രങ്ങൾ നൽകി ബാപ്പയോടൊപ്പം പറഞ്ഞയച്ചു. ബലി അർപ്പിക്കാനായി, ബലി നൽകാനായി കത്തി മൂർച്ച കൂട്ടി കഴുത്തിൽ വെച്ചുകൊണ്ടിരിക്കെ അള്ളാഹുവിൻ്റെ കൽപ്പന വീണ്ടും ഉണ്ടായി. ഇബ്രാഹിം, ഞാൻ നിന്നെ പരീക്ഷിച്ചതാണ്. എൻ്റെ പരീക്ഷണത്തിൽ നീ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ നിൻ്റെ മകനെ ബലിയറക്കേണ്ട, പകരം ഒരാടിന് നീ ബലിയർക്കുക. ഇതുകൊണ്ട് എല്ലാവരും ഈ ദുൽഹജ്ജ് മാസത്തിൽ ബലിയർപ്പിക്കുന്നു. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ ബലിയർപ്പിക്കാനായി അള്ളാഹു നൽകിയ ആ കൽപ്പനയാണ്. അതിൻ്റെ പാവനസ്മരണയ്ക്ക് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്തായാലും അള്ളാഹു ഈ മാസത്തിൻ്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറ്റി സന്തോഷവും സമാധാനവും ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നൽകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.